ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ചെമ്മീൻ ബിരിയാണി സെറ്റാക്കിയാലോ. നമുക്കിന്നൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണി സെറ്റാക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് വീഡിയോ ഇടുന്നതാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ചധികം സവാളയും കുറച്ചധികം ചെറിയുള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വൃത്തിയാക്കി കഴുകി നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് വേണം എടുക്കാൻ. വെള്ളത്തിൻ്റെ അംശമില്ലാതാണ് നമ്മളിത് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് വെള്ളം പോകാൻ വേണ്ടിയിട്ടൊരു സ്ട്രെയിനറിനകത്തിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സവാള അരിഞ്ഞെടുത്തു. അത്യാവശ്യം കൂടുതലുള്ളത് കൊണ്ട് തന്നെ നല്ല ടൈം എടുത്തിട്ടാണ് ചെയ്തത്. കാരണം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണല്ലോ ഏറ്റവും പാട്. കാരണം ബിരിയാണി അടുപ്പിലാവുന്നതിന് മുന്നേ അതിന് കുറേ കാര്യങ്ങൾ അടുപ്പിക്കണമല്ലോ. അത് ചെയ്ത് അടുത്ത് വയ്ക്കുകയാണെങ്കിൽ ബിരിയാണി അവിടെ കൺമുന്നിൽ സെറ്റ്. അല്ലെങ്കിലോ ബിരിയാണി കഴിക്കുന്നവർക്കറിയണ്ടല്ലോ അതെങ്ങനെ പാടുപെട്ടേന്ന്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി അരിയുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളി സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് വെറും ചെയ്തില്ല. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം സെറ്റ് ചെയ്ത് ചെറിയ ഉള്ളിയെല്ലാം പൊളിച്ച് സവാളയെല്ലാം പൊളിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുമായിരുന്നു. കാരണം പെട്ടെന്ന് തന്നെ ആയിക്കഴിഞ്ഞാൽ നമുക്കെന്താ പെട്ടെന്ന് ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. കാരണം സമയം എടുക്കുന്ന ജോലി ഇതാണല്ലോ. ബിരിയാണി വയ്ക്കുന്നതിനേക്കാളും ഏറ്റവും പാടുള്ള ജോലിയും ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടിയും ഉള്ളി എല്ലാം വൃത്തിയാക്കി അരിഞ്ഞെടുക്കുന്നതാണ്. അതിന് നല്ല രീതിയിൽ ടൈം എടുക്കും. ചെറിയ ഉള്ളി വയ്ക്കുക, നമ്മൾ ചെമ്മീൻ ബിരിയാണി വയ്ക്കുമ്പോൾ കൂടുതലും സവാളയേക്കാൾ കൂടുതലും ചെറിയ ഉള്ളിയാണല്ലോ എടുക്കുന്നത്, ചെറിയ ഉള്ളിയും പച്ചമുളകും. അപ്പോൾ അതെല്ലാം എടുത്ത് വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമ്മളിന്ന് അരി വേവിക്കാൻ വേണ്ടിയിട്ടൊരു കലം ആദ്യം വെള്ളം നിറച്ച് വെച്ചു. അതിന് ശേഷം അത് നമ്മൾ അടുപ്പിലാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീനെല്ലാം വൃത്തിയാക്കി സെറ്റായിട്ടിരിപ്പുണ്ട്. അതും അവിടെ മാറ്റി വെച്ചു. ചെമ്മീൻ കുറച്ച് അധികം നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ അതിനകത്ത് പെട്ടെന്ന് ആ ഒരു ഒട്ടിപ്പിടിക്കലും പതയൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ നമ്മുടെ വെള്ളം വെച്ചതിന് ശേഷം നമ്മുടെ അരി ഒരു ഉരുളിയിലേക്ക് മാറ്റി വെച്ചു. അരി നമ്മൾ വെള്ളം അടുപ്പിലായതിനു ശേഷമാണ് എടുത്തത്. അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ചെമ്മീൻ അത്യാവശ്യം നല്ല പതയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അത് വെള്ളത്തിൽ കുറച്ച് നേരം അതി വെച്ചു. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, നമ്മൾ എടുത്ത ഉള്ളി അത് ബിരിയാണിക്ക് ഫ്രൈ ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ്. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളിലേക്ക് ഒന്ന് ചതച്ച് വെച്ചു. അതിനുശേഷം നമ്മൾ മീറ്റ് മസാല, ചെമ്മീൻ മാരിനേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് മീറ്റ് മസാല, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റാണത് ഇട്ടത്. അപ്പം അതിനുശേഷം ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കുഴച്ച് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ചെമ്മീൻ അതിലേക്ക് പുരട്ടി ഏകദേശം ഒരു അരമണിക്കൂർ സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അരമണിക്കൂർ കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല. നമ്മളിപ്പം പെട്ടെന്ന് എടുത്തത് കാരണം അരമണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചെമ്മീനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടി നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെമ്മീൻ വൃത്തിയാക്കിയതാണ് കേട്ടോ വെച്ചത്. വീഡിയോയിൽ കാണിച്ചില്ലെങ്കിലും ആദ്യം തന്നെ നമ്മൾ ചെമ്മീൻ വൃത്തിയാക്കി മസാല ചെയ്ത് കുറച്ച് നേരം വെച്ചു. ഒരു അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒന്ന് മസാലയൊക്കെ ഇതിൽ സെറ്റായിട്ട് പിടിക്കും. അപ്പം ചെമ്മീൻ നന്നായിട്ട് വൃത്തിയാക്കി ചെമ്മീൻ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കുഴച്ചാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നമ്മുടെ ചെമ്മീൻ അരപ്പ് പുരട്ടി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടാകും, ഞാൻ പറഞ്ഞു. വെളിച്ചെണ്ണ, കുറച്ച് വെള്ളം, കുറച്ച് മുളക് പൊടി, കുറച്ച് മീറ്റ് മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്താണ് മസാല പുരട്ടി വെച്ചിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടാൽ നല്ലതാണ്. ഇതിനകത്ത് ആ ഒരു കറിവേപ്പിലയുടെ ആ ഒരു സ്മെല്ലും എല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ആ വറുക്കുന്ന ആ ഒരു ടൈമിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഫ്രിഡ്ജിൽ വെക്കാതെ വറുക്കുകയാണെങ്കിലും അത്യാവശ്യം അരപ്പൊക്കെ പിടിക്കും. പിന്നെ ടൈമില്ലാത്തവരൊക്കെ ആണെങ്കിൽ അരമണിക്കൂറൊന്നും വെക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ മസാല സെറ്റാവും. അപ്പോൾ നമ്മൾ ബിരിയാണിയുടെ ഉള്ളി വറുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഉള്ളി വറുത്തതിന് ശേഷം ആ ഉള്ളി വറുത്ത ആ എണ്ണയിൽ തന്നെ നമ്മുടെ കാഷ്യൂ നട്ട്സും കിസ്മിസും വറുത്ത് നമ്മൾ മാറ്റി വെച്ചു. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ബിരിയാണിയുടെ മസാല സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് പണി കുറച്ചും കൂടി എളുപ്പമാവും. നമുക്ക് എന്താ പറയേണ്ടത്, ഇതെല്ലാം ഇപ്പം വേറെ വറുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേറെ പാത്രത്തിലേക്ക് മസാലയും സെറ്റ് ചെയ്യാം. പക്ഷേ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വറുത്ത് മാറ്റി വെച്ചാൽ പിന്നെ നമ്മുടെ പണി എളുപ്പമാവും. അപ്പം നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ബാക്കി പരിപാടിയൊക്കെ നോക്കിയത്. കാരണം നമ്മുടെ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ബിരിയാണിക്കുള്ള മസാല സെറ്റ് ചെയ്യുന്നത്, ലാസ്റ്റ് ചോറിട്ട് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മുടെ ബാലൻസുള്ള ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് തന്നെ ചതച്ച് നല്ല പേസ്റ്റായിട്ട് എടുത്തു.
അപ്പം ഇത് ഓവറായിട്ട് പേസ്റ്റായിട്ട് എടുത്തിട്ടില്ല കേട്ടോ, ഓവറായിട്ട് ചതച്ചിട്ടില്ല. എന്താ പറയണ്ടേ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതും പാത്രത്തിലേക്ക് മാറ്റി നമ്മുടെ ബിരിയാണിയുടെ മെയിൻ പരിപാടികളൊക്കെ ഒതുക്കി മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ ആ ഒരു എണ്ണയിലേക്ക് തന്നെ ചെമ്മീൻ വറുത്തെടുത്തു. അപ്പോൾ ചെമ്മീൻ കൂടെ വറുത്തെടുത്ത് വെച്ച് നമ്മുടെ ഏകദേശം പരിപാടിയെല്ലാം സെറ്റായി. പിന്നെ നമ്മുടെ അരിയുടെ പരിപാടിയും പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി വഴറ്റുന്ന പരിപാടിയും മാത്രമേ ഉള്ളൂ. ബിരിയാണിക്ക് ഏറ്റവും വലിയ ടഫസ്റ്റ് പരിപാടി അതൊക്കെയാണല്ലോ. പിന്നെ ചെമ്മീൻ നമ്മൾ ഓവറായിട്ട് ഫ്രൈ ചെയ്തിട്ടില്ല. കാരണം ചെമ്മീൻ ഓവറായിട്ട് ഫ്രൈ ചെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഒരു റബ്ബർ പോലെ ആയിപ്പോവും ചെമ്മീൻ, ആ മസാലയായിട്ട് സെറ്റായിട്ട് വരത്തില്ല. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചെറിയ ഉള്ളി ഒന്ന് കട്ടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ ആ ചെമ്മീനിലേക്ക് തന്നെ ആ ഒരു സവാള ഇട്ട് കൊടുത്തു. അതെന്തിനാണെന്ന് വെച്ചാൽ ചെമ്മീൻ കോരി മാറ്റാത്തത്, ചെമ്മീൻ പാതി വേവിലാണ് നമ്മൾ വറുത്തെടുത്തത്. അപ്പോൾ നമ്മുടെ ആ ഒരു മസാലയിലേക്ക് തന്നെ, ചെമ്മീനിലേക്ക് തന്നെ ഈ ഒരു മസാലയും സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ ചെമ്മീൻ കറക്റ്റ് വേവ് ആയിക്കോളും. നല്ല മസാല നല്ല അടിപൊളിയായിരിക്കും ടേസ്റ്റ്. അതിനുശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ കുറച്ച് എന്താ പറയണ്ടേ, ചെറിയ ഉള്ളിയൊക്കെ എടുത്ത് വെച്ചത് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അത് മാറ്റി വെച്ചു. കുറച്ച് തക്കാളി മാറ്റി വെച്ചു. അതിനുശേഷം നമ്മുടെ അരി ഒന്ന് വെള്ളത്തിൽ കുറച്ച് നേരം കുതിർക്കാൻ വെക്കണം. അതിനുശേഷം നമ്മുടെ സവാളയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന ടൈമിലാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇടേണ്ടത്. കാരണം ഇത് ഒന്ന് ഇതായി സെറ്റായിട്ട് വരാതെ നമ്മൾ ചെറിയുള്ളിയൊക്കെ ഇട്ടാലും എന്താ പറയണ്ട, മതിരിക്കും. അതിനുശേഷം നമ്മുടെ ചെറിയുള്ളിയും ആ ഒരു പച്ചമുളകും ഇട്ട് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അത്യാവശ്യം വേണ്ട ഉപ്പ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന ടൈമിൽ ചെമ്മീനിൽ മാരിനേറ്റ് ചെയ്തപ്പോൾ ഇട്ട് കൊടുത്തു. പിന്നെ അരിയിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉള്ളി വഴറ്റിയപ്പോഴും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയാൽ ഭയങ്കര വിഷയമായിരിക്കും. കാരണം നമ്മൾ എത്രയും നേരം കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോവും. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. നല്ല രീതിയിൽ തന്നെ അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മളൊരു ഉരുളിയിലേക്ക് കുറച്ചധികം കുരുമുളക്, കുറച്ചധികം പെരുംജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തു. കാരണം എന്താ പറയുക, അതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിൽ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ ചേർക്കുന്നത് കുരുമുളകും പെരുംജീരകമാണ്. അപ്പോൾ അത് വറുത്ത് മാറ്റി വെച്ച് എന്താ പറയണ്ടേ, ആ കുരുമുളകും പെരുംജീരകമാണ് അതിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു ഫ്ലേവർ കൊടുക്കുന്നത്. ബിരിയാണിയുടെ കറക്റ്റ് ഫ്ലേവർ കൊടുക്കുന്നത് കുരുമുളകും പെരുംജീരകമാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ കൊഞ്ചാകുമ്പോഴത്തേക്കും പെരുംജീരകം അധികം വേണം. അപ്പോൾ അത് നമ്മളൊന്ന് വറുത്തെടുത്തതിന് ശേഷം എന്താ പറയണ്ടേ, അതൊരു പേപ്പറിലേക്ക് മാറ്റി കൊടുത്തു. അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാനാണ് പേപ്പറിലേക്ക് മാറ്റി കൊടുത്തത്. അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഇട്ട സവാളയൊക്കെ നല്ല എന്താ പറയണ്ടേ, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ഏകദേശം നല്ല രീതിയിലായി വന്നിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന ടൈമിലാണ് നമ്മൾ ബാക്കിയുള്ള മസാലയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഉപ്പ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും. അതിനുശേഷം നമ്മുടെ കുറച്ച് അധികം സ്പൈസ്, അതായത് എന്താ പറയണ്ടേ, ഏലക്കായ, പട്ട, ഗ്രാമ്പൂ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഒന്ന് വറുത്തെടുത്തു. അതിനുശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ലാസ്റ്റാണ് ഇത് ചേർക്കുന്നത്. കാരണം ഇത് ഫസ്റ്റ് തന്നെ ചേർത്താൽ ഇത് അടുക്കി പിടിച്ച് കരിഞ്ഞ് നാശമായിപ്പോവും. അപ്പോൾ നമ്മൾ എന്താ പറയണ്ടേ, ഫസ്റ്റ് തന്നെ ലാസ്റ്റ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷമാണ് ഇനി ബാക്കി പൗഡർ എല്ലാം ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഏലക്കായ, അതുപോലെ തന്നെ ഗ്രാമ്പു, കുരുമുളക് ഇട്ടിട്ടാണ്, ഉപ്പിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ മസാല സെറ്റായി വന്നതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ആ ഒരു ടൈമുണ്ടല്ലോ, ആ ഒരു ടൈമിലാണ് നമ്മൾ മഞ്ഞൾപ്പൊടി, അത്യാവശ്യം കുറച്ചധികം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. ഇപ്പോൾ നമ്മുടെ മസാല നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മണമായിരുന്നു. അതിനുശേഷം നമ്മുടെ ആ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇതൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു. കുരുമുളകും പെരുംജീരകവും എല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ട് വെച്ചു. അതിനുശേഷം ഒരു ഉരുളിയിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. കാരണം ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച മല്ലിപ്പൊടി ആയതുകൊണ്ടാണ് ഈ ഒരു കളർ വന്നേക്കുന്നത്, നമ്മുടെ വീട്ടിലുള്ള അല്ല. അതിനുശേഷം ഈ ഒരു പൗഡറെല്ലാം കൂടെ അതിലേക്ക് തട്ടി കൊടുത്തു. കാരണം ഇത് ഏകദേശം മൂപ്പായതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിച്ചു പോകും. നമ്മുടെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. ഈ മസാല കങ്ങിപ്പോയി കഴിഞ്ഞാൽ ബിരിയാണിയുടെ കംപ്ലീറ്റ് ടേസ്റ്റും പോയി എന്നുള്ള ഇതാവും. അപ്പോൾ നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിൻറ്റ് ലീഫും മല്ലിയില എടുത്തിട്ടുണ്ട്, അത് വൃത്തിയാക്കി വെച്ചു.
അതിനുശേഷം ലാസ്റ്റാണ് നമ്മുടെ തക്കാളി. ഇത് അത്യാവശ്യം പുളിയുള്ള തക്കാളി ആയതുകൊണ്ടാണ് ഇത് ലാസ്റ്റ് ഇട്ടത്. തക്കാളി ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ അരിയിലേക്ക്, അരി വെന്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ നെയ്യ്, നമ്മൾ RKG നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. ബിരിയാണിക്ക് ഏറ്റവും ബെസ്റ്റ് RKG നെയ്യാണ്. സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മസാലയെല്ലാം സെറ്റായി വന്നപ്പോൾ ലാസ്റ്റത്തെ നമ്മുടെ ആ ഒരു പരിപാടി, അതായത് നമ്മുടെ ആ കുരുമുളക് പൊടിച്ച പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാല അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇളക്കി നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഇനി ആ ബിരിയാണിയുടെ ഫ്ലേവർ എല്ലാം ഈ മസാലയ്ക്കകത്ത് വരണം എന്നുള്ള നിലയിൽ നമ്മൾ അടച്ചു വെക്കണം. അതിന് ശേഷം മാത്രമേ ഇത് എടുക്കാവുള്ളൂ. കാരണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ എന്താ പറയണ്ടേ, ഒരു ബിരിയാണി വെക്കുന്ന ടൈമിൽ നമ്മൾ ചിലതൊക്കെ എടുക്കാൻ വിട്ടുപോകും. കാരണം പല പണിയാണല്ലോ, ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. കാരണം പല കൈകൾ ചെന്നാൽ ആവും എന്നുള്ള പരിപാടിയാണ് ഈ ഒരു പ്രോസസ്സിങ്. ഭയങ്കര അത്യാവശ്യം നല്ല പാടുള്ള പരിപാടിയാണ് ബിരിയാണി. പെട്ടെന്നാണ് കഴിക്കാൻ, പക്ഷേ നല്ല ജോലിപ്പാടാണ്. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് പലതും മറന്നു പോയിട്ടുണ്ട്. എങ്കിലും എല്ലാം അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകും. അപ്പോഴത്തേക്ക് നമ്മുടെ അരിയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അരി വെന്ത് വന്നിട്ടുണ്ട്. ഇത് എന്താ പറയണ്ടേ, നീളമുള്ള ആ ഒരു ടൈപ്പ് അരി ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. അതിനുശേഷം നമ്മൾ എടുത്തേക്കുന്നത് റോസ് വാട്ടറാണ്, KTR റോസ് വാട്ടറാണ്. അതിനുശേഷം പിന്നെ പൈനാപ്പിൾ എസൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ 2 ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി ഒരു വലിയ സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കാരണം വെള്ളം കംപ്ലീറ്റ് പോകണം, അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ബിരിയാണിക്ക് ഒട്ടൽ വന്ന് ഒട്ടും ടേസ്റ്റ് കാണത്തില്ല, ഒട്ടിപ്പോവും. നമ്മുടെ എന്താ പറയണ്ടേ, ഇറച്ചിച്ചോറ് കഴിക്കുന്ന ആ ഒരു പരുവത്തിലായിപ്പോവും. അപ്പം കംപ്ലീറ്റ് വെള്ളം പോകുന്നിടം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കണം. കുറച്ച് താമസിച്ചാലും പ്രശ്നമില്ല. ആ വെള്ളം മൊത്തവും പോയതിന് ശേഷമാണ് നമ്മളിത് ഈ മസാല ചോറ് നമ്മളുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ലാസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഈ വെള്ളം കംപ്ലീറ്റ് ഊറ്റിക്കളഞ്ഞ് മാറ്റി. അതിനുശേഷം നമ്മുടെ കളറൊന്ന് സെറ്റ് ചെയ്തു. ഫസ്റ്റ് റെഡ് ഫുഡ് കളറാണ് എടുത്തേക്കുന്നത്, പിന്നെ ഓറഞ്ച് ഫുഡ് കളറാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് വെള്ളത്തിനകത്ത് ചേർത്ത് കുറച്ച് നേരം വെച്ചു, കളറൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ആ മസാല നമ്മൾ മാറ്റി വെച്ചിട്ട് അതിലേക്ക് മിൻറ്റ് ലീഫും നമ്മുടെ മല്ലിയിലയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം, ഇളക്കിയില്ല, ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ചോറിട്ട് കൊടുത്തു. അതിലേക്ക് പിന്നെ ഉള്ളി വറുത്തത് ഇട്ട് കൊടുത്തു, പിന്നെ നമ്മുടെ കാഷ്യൂ, പിന്നെ കിസ്മിസ് ഇട്ടതിന് ശേഷം പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുത്തു കുറച്ചു. അതിനുശേഷം KTR റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഈ ഒരു പരിപാടി നടന്നുകൊണ്ടിരുന്നു. എന്താ പറയണ്ടേ, നല്ല അടിപൊളി ഒരു ചെമ്മീൻ ബിരിയാണി കേട്ടോ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. കാരണം കൂടുതൽ പേർക്കും ഇതൊക്കെ ചെയ്യാൻ അറിയാവുന്നവരായിരിക്കും. പിന്നെ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇത് വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിലോ അതുകൊണ്ടിട്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ രീതിയിൽ ഉണ്ടാക്കുന്നൊരു ചെമ്മീൻ ബിരിയാണിയാണിത്. അത്ര എക്സ്പേർട്ടൊന്നും അല്ല നമ്മൾ ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് എന്താ പറയണ്ടേ, എല്ലാം അതിലേക്ക് ഇട്ടിട്ട് ലാസ്റ്റ് നമ്മുടെ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇത് ഇടുന്ന ഓരോ ലെയറിലും നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താ പറയണ്ടേ, ഇതിൻ്റെ ഒരു ഫ്ലേവർ, നെയ്യുടെ ഫ്ലേവറാണ് മെയിനായിട്ട് നിൽക്കുന്നതിനകത്ത്. നെയ്യ്, പിന്നെ ഇതിൽ പൈനാപ്പിൾ കട്ട് ചെയ്തൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. പൈനാപ്പിൾ, എന്താ പറയണ്ടേ, ഡ്രൈ ഫ്രൂട്ട്സ് വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇട്ട് കൊടുത്തില്ല. നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് ഒരു ബിരിയാണി സെറ്റാക്കി. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇനി ഈ ഒരു രീതിയിൽ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ബിരിയാണി ലാസ്റ്റ് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ദം ഇടാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ച് എന്താ പറയണ്ടേ, തീക്കനൽ അതിൻ്റെ പുറത്തിട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം വെക്കണം. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ദമ്മൊക്കെ ഇട്ട് കംപ്ലീറ്റ് എന്താ പറയണ്ടേ, ബിരിയാണിയുടെ മണമൊക്കെ സെറ്റായിട്ട് വരുമ്പോഴേ ബിരിയാണി കറക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടിയിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ലാസ്റ്റ് നമ്മുടെ ബിരിയാണി കനലിലായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബായ്.